ഇവര് നമ്മളെ എറിയുവാണല്ലോ. ഇത് എറിയാന്നല്ല പറയേണ്ടത്, പുഷ്പവർഷം എന്നാണ് പറയേണ്ടത്. പൂക്കാലം വന്നു, പൂക്കാലം. ഹണി ബണി പോപ്പറ്റ് സോർദാർമാരെ സ്വീകരിക്കാൻ പൂക്കാലം വന്നേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ളതാണ്, സ്വീകരണവും ഞങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഈ പൂക്കൾ മാത്രം രാജാവിന്റേതാണ്. സ്വാഗതം, സ്വാഗതം. രാജ റൂളർ സിംഗിന്റെ രാജ്യത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആഹാ, മഹാരാജൻ, ഇത്രയും വലിയ സ്വീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളാണ്. നിങ്ങൾക്ക് ഈ സ്വീകരണം ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാം അതിഥികളെ സ്വീകരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. മഹാരാജൻ, താങ്കൾ ഒരു മഹാനാണ്, കെങ്കേമനാണ്, വലിയ ധീരനുമാണ്. താങ്കളെ കണ്ട ആരും പറയില്ല ഒരു മനുഷ്യനാണെന്ന്. ജനങ്ങൾ താങ്കൾ ഒരു മഹാനായ മനുഷ്യനാണെന്ന് പറയും. മഹാനായ മനുഷ്യൻ. ഡ്രോയിങ് റൂമിനുള്ള നല്ല ഒന്നാന്തരം സ്റ്റൈലാണ്. ക്ഷമിക്കണം മഹാരാജൻ, ഇത് ബണ്ണി പ്രശംസിക്കുന്ന സ്റ്റൈലാണ്. ആഹാ, ഇദ്ദേഹം കൈയടിച്ചല്ലോ. ഞാൻ ചൊല്ലിയ കവിത ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ് തോന്നുന്നത്. ഇയാളെ ഇവിടുന്ന് വേഗം പിടിച്ചോണ്ട് പോകൂ, എന്നിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. വേണ്ട മഹാരാജൻ, ഇദ്ദേഹം എന്റെ സുഹൃത്താണ്, മിസ്റ്റർ കണ്ണ. അതെ, ഇദ്ദേഹത്തെ ദൈവത്തോർത്ത് കാരാഗ്രഹത്തിൽ അടക്കല്ലേ. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിട്ടോ. അയ്യോ, വേണ്ട വേണ്ട, എവിടെയും അടച്ചിടേണ്ട ആവശ്യമില്ല. എങ്കിൽ ഇയാളെ പറഞ്ഞു മനസ്സിലാക്ക്. എന്റെ രാജ്യത്ത് കവിത ചൊല്ലുന്നത് ശിക്ഷാർഹമാണ്. നല്ല ശിക്ഷ കിട്ടും. ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. കന്നാ സാറേ, ഒരു ലോലിപോപ്പ് മേടിച്ച് വായിൽ വെച്ചോ. അബദ്ധത്തിൽ പോലും കവിത ചൊല്ലാൻ പാടില്ല. വരൂ, നിങ്ങൾ ഇവിടെ എന്ത് കാണാനാണോ വന്നിരിക്കുന്നത് അതിനടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വരൂ. ഒന്നോർക്കുക, എന്റെ അനുമതിയില്ലാതെ ആർക്കും തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. ഇതാ നോക്കൂ, നാളെ ഇതിന്റെ ലേലമാണ്. 200 കോടിയിൽ നിന്നാണ് ലേലത്തുക ആരംഭിക്കുക. എന്റെ പിള്ളേരെ, ബോസിലേക്ക് നോക്കിയേ, എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഒന്നുമില്ല, ഇത് അങ്ങുദ്ദേശിച്ചതുപോലെ കവിതയൊന്നും അല്ല. കവിതയാണ്. അയ്യോ, അല്ലല്ല, കവിതയാകുമ്പോൾ അതിൽ 2 ലൈൻ ഉണ്ടാകില്ലേ? ഇദ്ദേഹം പറഞ്ഞത് കവിതയല്ല. ഇത് കവിതയാണ്. എന്റെ പൂർവികർ വളർത്തിയ പെൺസിംഹം, പേര് കവിത. വെറുതെ സ്വപ്നം കാണണ്ട. രാജാവ് റൂളർ സിംഗ് അറിഞ്ഞ ശിക്ഷ കിട്ടും. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇതൊരിക്കലും മണ്ണിൽ വെക്കരുത്, നശിച്ചില്ലാതെയായി പോവും. സംശയമുണ്ടോ? അറിയാം, അതുകൊണ്ടാണ് ഇവിടെ തട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ അസ്ഥികൂടത്തിന് വേണ്ടിയിട്ടാണോ ആൾക്കാർ 200 കോടി രൂപ ചെലവാക്കാൻ പോകുന്നതും? ആഹാ, നോക്കൂ ഹണി, ഈ കാണുന്ന ഫോസിൽ ഉണ്ടല്ലോ, അത് വളരെ വിലപിടിപ്പുള്ളതാണ്. ആലോചിക്ക്, ഇത് നമ്മളുടെ കയ്യിലായിരുന്നെങ്കിൽ 200 കോടിക്ക് നമ്മൾ ഇതിന് വിറ്റാനെ. നമ്മളുടെ കയ്യിൽ ബംഗ്ലാവ് ഉണ്ടായേനെ, വണ്ടികൾ ഉണ്ടായേനെ, പരിചാരകരും ജോലിക്കാരും ഉണ്ടായേനെ. മതിയന്റെ പണി. നടക്കാൻ സാധ്യതയുള്ള സ്വപ്നങ്ങൾ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ലെങ്കിൽ അത് വളരെ വേദന നൽകും. മഹാരാജൻ, ഇതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേറെ ആരും തന്നെ ഇല്ലേ? അതിന്റെ ആവശ്യമില്ല. ഈ മുറിയുടെ അടുത്തേക്ക് ആരെയും വരാൻ അനുവദിക്കില്ല. ഇത് രാജ റൂളർ സിംഗിന്റെ റൂളാണ്. രാത്രി ആവാറായിരിക്കുന്നു. വരൂ, ഭോജനം കഴിക്കാം. 8 മണിക്കാണ് ഇവിടെ ഡിന്നർ ടൈം. ഇതോ എടാ ഹണി, നമ്മുടെ സോർദാർ അവിടെ പോയി. ശരിയാണല്ലോ, ഇത്രയും നേരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പോപ്പട്ടെ, ഇതെവിടുന്ന ഈ ശബ്ദം കേൾക്കുന്നേ? എനിക്ക് തോന്നുന്നത് പുറകിന്നാണെന്നാ. വരുന്ന വഴിക്ക് മുറിയുടെ വാതിലടയ്ക്കാൻ മറന്നുപോയി. താങ്കൾ വേലക്കാരൻ, ഭൃത്യൻ,
കാവൽക്കാരൻ. അല്ല, ഒരിക്കലും അല്ല. താങ്കൾ മഹാരാജാവല്ലേ, മഹാരാജൻ. റൂളും അത് തന്നെയാണ്. അവിടെയുള്ള മുറിയുടെ വാതിൽ അടയ്ക്കുന്നത് കാവൽക്കാരാണ്. നാളെ രാവിലെ ലേലമാണ്. നമുക്ക് ഇന്ന് രാത്രി തന്നെ അത് ശരിയാക്കിയേ പറ്റൂ. നീ എന്തായി കാണിച്ച സൗദാറെ? രാജാ റൂളർ സിംഗ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പുതിയ ടൈപ്പ് റൂൾ ഉണ്ടാക്കി പുതിയ ടൈപ്പ് ശിക്ഷ നമുക്ക് തരും. സമയവും അദ്ദേഹത്തിന്റേതായിരിക്കും, സാഹചര്യവും അദ്ദേഹത്തിന്റേതായിരിക്കും, പക്ഷെ ശരീരം മാത്രം നമ്മുടേതായിരിക്കും. 200 കോടിയുടെ ഫോസിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതം മുഴുവനും കൊട്ടാരത്തിൽ തൂപ്പുപണിയും പിന്നെ അടുക്കള പണിയായിട്ട് കഴിയേണ്ടി വരും. ഇനി ജീവിതകാലം മുഴുവൻ നമ്മളിവിടെ പണിയെടുത്താലും 200 കോടിയുടെ ഒരു അംശം പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അയ്യോ കൂട്ടുകാരെ, നമുക്ക് ഇതിന്റെ എല്ല് ചേർക്കാൻ പറ്റില്ലെങ്കിൽ രാജാവ് നമ്മുടെ എല്ലാവരുടെയും എല്ലൂരി എടുക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇത് ശരിയാക്കിയേ പറ്റൂ. വേഗം വാ. എടാ, മര്യാദക്ക് തിരിച്ചതാ. ഞാൻ എന്റെ രീതി തിരിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ. നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം. എന്താ സംശയമുണ്ടോ? എടാ അത് കൊമ്പല്ല പല്ലാണ്. നീ സിംഹത്തിനെ കാണ്ടാമൃഗമാക്കി മാറ്റി. എന്താ ഈ ചെയ്യുന്നേ? എന്തിനാ എന്നെ എറിഞ്ഞേ? ഈ സോർദാറ സിംഹത്തിന്റെ പല്ലെടുത്ത് തിന്നുമായിരുന്നു. പല്ലില്ലാത്ത സിംഹത്തിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? സിംഹത്തിന്റെ കാര്യം അറിയില്ല, പക്ഷെ നമ്മളെ പല്ലില്ലാതെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. സംശയമുണ്ടോ? പക്ഷെ നമുക്കെല്ലാവർക്കും പല്ലുണ്ടല്ലോ. അതെ, പക്ഷേ നമ്മളിത് ശരിയാക്കില്ലെന്നുണ്ടെങ്കിലേ രാജാവ് മിക്കവാറും പൊട്ടിച്ചു കളയും. ഫോസിലിനെയാണോ? അല്ല, നമ്മുടെ എല്ലാവരുടെയും പല്ല്. വേഗം ആവട്ടെ. മഹാരാജാവ് ആഗതനാകുകയാണ്. എന്റെ അമ്മേ, വേഗം ആവട്ടെ. അയ്യോ, ഞാൻ അകത്ത് പെട്ടുപോയി. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോകാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ നോക്കാം. സുരക്ഷിതമാണ്. അങ്ങനെ നാളെ ഈ അസ്ഥികൂടം മുഖേന ലോകം മുഴുവൻ നമ്മുടെ പേര് തിളങ്ങി നിൽക്കും. എപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കാറ്. എന്തെന്നാൽ ഇത് രാജാ റൂളർ സിംഗിന്റെ റൂളാണ്. ഇന്ന് നിങ്ങളുടെ എല്ലാം മുമ്പിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മൃഗത്തിന്റെ ഫോസിൽ കാണിക്കാൻ പോവുകയാണ്. താജ്മഹൽ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ആഗ്രയിൽ ചുറ്റിയത്. 200 കോടി രൂപയുടെ ഫോസിൽ എന്താ പറ്റിയത്? അയ്യോ വേണ്ട, കവിത ചൊല്ലരുത്. ഇല്ലെങ്കിൽ മഹാരാജാവും നിങ്ങളുടെ തലയും ആ അസ്ഥികൂടത്തിനെ പോലെ തിരിച്ചു കളയും. നിങ്ങൾ ഇത് മറന്നു പോയോ? ഇത് രാജാ റൂളർ സിംഗിന്റെ റൂളാണ്. ഇതെന്താണ് ഈ കാണുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. ഇതെന്താണ് ഈ കാണുന്നത്? വാവ്, ഇതെന്താണെന്നുണ്ടെങ്കിലും വളരെ നന്നായിരിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഒരിക്കലും കണ്ടിട്ടില്ല. വാവ്, മാസ്റ്റർപീസ്. ദാ നോക്കൂ, മഹാരാജാവ് വീണ്ടും നമ്മളെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫോസിൽ കൊണ്ടുണ്ടാക്കിയ ആ പീസ് സത്യമാണ് പറയുന്നത്. രാജാ റൂളർ സിംഗിന്റെ റൂളാണ്. ശരിയാണ് പറയുന്നത്. കഴുതയുടെ തലയിൽ ഒരിക്കലും കൊമ്പുണ്ടാവില്ല. സംശയമുണ്ടോ? ഒരു മിനിറ്റ്. ഇത് ഞങ്ങളുടെ തെറ്റാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സിംഹത്തിന്റെ ഫോസിലാണ്. അബദ്ധത്തിൽ ഞങ്ങളത് പൊട്ടിച്ചതായിരുന്നു. ഞങ്ങളത് ശരിയാക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. രാജാ റൂളർ സിംഗ്, താങ്കളുടെ റൂൾ അനുസരിച്ച് ഞങ്ങൾക്ക് എന്ത് ശിക്ഷ തന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ ആർട്ട് പീസിന് 400 കോടി രൂപ നൽകും. 400 കോടി രൂപയോ? അതെ, സത്യമാണ്. ഇതൊരു വ്യത്യസ്തമായ സംഭവമാണ്. ഈ ഫോസിലിന് 400 കോടിയിൽ കൂടുതൽ ആരും തരില്ല. 400 കോടി ഒരു തരം, 400 കോടി 2 തരം,
400 കോടി 3 തരം. ഇപ്പോഴിത് എന്റെ സ്വന്തമായിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ചെയ്ത ഈ തെറ്റ് എനിക്ക് ഗുണം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു. മാപ്പ് മാത്രമല്ല, അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് സമ്മാനവും തരും. അലി, നമ്മൾ ആദ്യമായിട്ടാണ് 400 കോടിയുടെ തെറ്റ് ചെയ്തത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടേണ്ടത് എനിക്കാണ്. കാരണം അതിന്റെ എല്ലൂര് എടുത്തത് ഞാനല്ലേ, അതുകൊണ്ടാണ്.